ഇന്ത്യയിൽ ജനാധിപത്യ സ്വാതന്ത്ര്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നം കേവലം വോട്ടർ പട്ടിക മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യ അപകടത്തിലാണ്. 300 MP എന്ന് പറഞ്ഞാൽ ആരും ഓടിളക്കി വന്ന് പാർലമെൻറ്റ് കയറിയവരല്ല, ജനങ്ങൾ വോട്ട് ചെയ്തവരാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞതെന്താ? തെളിവില്ല, തെളിവ് ഹാജരാക്കണമെന്ന്. തെളിവുകൾ അവർ നശിപ്പിച്ചില്ലേ? ഇത്രയും നാൾ പപ്പുമോൻ എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കിയിരുന്നത്. പപ്പുമോനല്ല, ജനങ്ങളുടെ പാപ്പയാണ് താനെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങൾ തെളിയിച്ചു. ഇന്ത്യയിലെ പ്രതിപക്ഷം മുഴുവൻ ഒറ്റക്കെട്ടായി ഒരുമിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ദുരവസ്ഥ ഇന്ത്യയിൽ സൃഷ്ടിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ മോദി ഗവൺമെൻറ്റാണ്. നമസ്കാരം. കള്ളവോട്ട് ആരോപണത്തെ തുടർന്ന് രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം രംഗത്ത് വന്നിരിക്കുകയാണ്. 300-ൽ പരം MP-മാരും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. ഈ പ്രതിഷേധത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ നിലവിലിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ഈ വോട്ടുകളുടെ ആരോപണത്തിൽ ഇന്ത്യ സഖ്യം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രാജ്യതലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ പ്രതിഷേധിച്ചതിൽ രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? ഇന്ത്യയിൽ ജനാധിപത്യ സ്വാതന്ത്ര്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജനമുറ്റമാണ് ആരംഭിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നം കേവലം വോട്ടർ പട്ടിക മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യ അപകടത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സാർവജനീന വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, ഇന്ത്യയിലെ പൗരന്മാരെന്ന് പറയുമ്പോൾ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഒരു പൗരന്മാർ എന്നതിലെ വോട്ടവകാശം, ഞങ്ങളാണ് ഭരിക്കുന്നത്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന അഭിമാനം കൊള്ളുന്നവരാണ്. ആ അഭിമാനബോധം ഇന്ത്യയിൽ വളർത്തിയത് ജവഹർലാൽ നെഹ്റുവാണ്. സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് ഇന്ത്യ എന്ന രാജ്യമുണ്ടായപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഔന്നത്യം ലോകം മുഴുവൻ ഉയർത്തിപ്പിടിച്ച ആളാണ് ജവഹർലാൽ നെഹ്റു. ആ പാരമ്പര്യമാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യം കിട്ടി ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് ഇന്ത്യയിലെ 300-ലധികം MP-മാർക്ക് റോഡിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നു, അറസ്റ്റ് വരിക്കേണ്ടി വന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യകാലങ്ങളിൽ നമുക്കറിയാം, ഈ ദണ്ഡിയാത്ര നടത്തിയപ്പോഴും പിന്നീട് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടത്തിയപ്പോഴൊക്കെ ഗാന്ധിയും നെഹ്റുവും പ്രധാനപ്പെട്ട ആളുകൾ സമരം നടത്തി ജയിലിൽ പോയി. ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഖാർഗെയും എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും ഒറ്റളങ്കം ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇത് പേടിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ അല്ല പ്രശ്നം. ഇവിടെ ഈ 300 MP എന്ന് പറഞ്ഞാൽ ആരും ഓടിളക്കി വന്ന് പാർലമെൻറ്റ് കയറിയവരല്ല, ജനങ്ങൾ വോട്ട് ചെയ്തവരാണ്. മാത്രമല്ല, ഇതിലധികം ആളുകൾക്ക് വോട്ട് ചെയ്ത് വരാനുള്ള അവകാശമുണ്ടായിരുന്നു. ആ അവകാശം നിഷേധിക്കപ്പെട്ടു എന്നാണ് സംശയങ്ങൾക്ക് അടിസ്ഥാനമില്ലാതെ പറഞ്ഞത്. ഇപ്പോൾ ആരോപണം ഉന്നയിച്ച ആരോപണമെന്ന് പറയാൻ പറ്റില്ല, വസ്തുതകൾ നിരത്തി വെച്ചു. ആ വസ്തുതകളെന്ന് പറഞ്ഞത് കെട്ടിപ്പടച്ചുണ്ടാക്കിയതല്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഇലക്ഷൻ കമ്മീഷൻ നൽകിയ രേഖകൾ വെച്ചുകൊണ്ട് ആ രേഖകളിലെ അപാകതകളാണ് പറഞ്ഞിട്ട്, ആ രേഖകൾ പറഞ്ഞതിന് അപാകത, ആ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവില്ല എന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞതെന്താ? തെളിവില്ല, തെളിവ് ഹാജരാക്കണമെന്ന്. തെളിവുകൾ അവർ നശിപ്പിച്ചില്ലേ? ഉള്ള തെളിവുകൾ മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ രേഖകൾ വെച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ആ തെളിവുകൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇരട്ട വോട്ട് മാത്രമല്ല, വോട്ടവകാശം ഇല്ലാത്തവർ പലരുമുണ്ട്. ഒറ്റമുറിയിൽ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ 80 മഹാദേവപുരം, നമ്മുടെ തൃശ്ശൂരിലും അതുപോലെ തന്നെ പൂങ്കുന്നത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന എണ്ണം എത്രയാണെന്നറിയില്ല. അപ്പം ഇന്ത്യയൊട്ടാകെ ഇരട്ട വോട്ടുകൾ മാത്രമല്ല, വ്യാജ വോട്ടുകൾ ധാരാളം ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെന്ന് വ്യക്തമാണ്. ആ സംഭവം ചൂണ്ടിക്കാണിയ തെളിവില്ല എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാം ഇലക്ഷൻ നടന്ന സ്ഥലങ്ങളിലെല്ലാം CCTV ഉണ്ട്. ആ CCTV സംവിധാനം പൂർണ്ണമായി നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ തെളിവുകൾ നശിപ്പിച്ചിട്ടാണ് വെല്ലുവിളിക്കുന്നത്. എന്നിട്ട് മാപ്പ് പറയണം പോലും. അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ആരോപണം ഉന്നയിച്ചത്, അല്ല വേറെയുമല്ല. അദ്ദേഹം 1 മണിക്കൂർ നിന്ന് സംശയങ്ങൾക്ക് അതീതമായി പറയുകയും അദ്ദേഹത്തെ ഈ മാധ്യമങ്ങൾ സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ കീറി മുറിക്കും. ഈ മാധ്യമങ്ങൾക്ക് നിഷേധാത്മകമായ ഒരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റിയില്ല. ഇവിടെ BJPയുടെ കൈകളിലാണ് ഭൂരിപക്ഷം ചാനലുകളും മാധ്യമങ്ങളും. പക്ഷേ അവരെല്ലാം ഉത്തരം മുട്ടിച്ചുകൊണ്ട് അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ മാത്രം നടത്തുകയാണ്, കൊഞ്ഞനം കുത്തുകയാണ്.
അതാണ് അവസ്ഥ. ഇവിടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ അവഗണിക്കുകയല്ല ചെയ്തത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒന്നാമത്തെ കക്ഷി. ഏതാണ്ട് വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. സംഖ്യ അനുസരിച്ചാണെങ്കിൽ പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഇത്ര എം പിമാർ വേണം, പ്രതിപക്ഷ ഗ്രൂപ്പ് പോലുമില്ല. അപ്പോഴാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് പ്രതിപക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് AK ഗോപാലിനെ പ്രതിപക്ഷ നേതാവായിട്ട് ജവഹർലാൽ നെഹ്റു അംഗീകരിച്ചത്. നെഹ്റു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ AKജി എഴുന്നേറ്റ് നിന്നാൽ ഉടൻ തന്നെ നെഹ്റു ഇരിക്കും, പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതിന് മറുപടി പറയും. അങ്ങനെ ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷത്തിനും ഒരു സ്ഥാനമുണ്ട് എന്ന് പ്രഖ്യാപിച്ച ഒരു പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരക്കിടാവ് അല്ലെങ്കിൽ പേരക്കിടാവിൻ്റെ കിടാവാണ് രാഹുൽ ഗാന്ധി. ഇവിടെ നെഹ്റു ഇന്ത്യ കണ്ടെത്തിയെങ്കിൽ, ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയെങ്കിൽ, ഇന്ത്യയുടെ ഭരണകൂടം സുസ്ഥിരമാക്കിയെങ്കിൽ ഇന്ദിരാഗാന്ധി കുറെ കൂടി പോരാട്ട വീര്യത്തോടു കൂടി ഇന്ത്യയെ പുതിയ യുഗത്തേക്ക് നയിച്ച ആളാണ്. ഇന്ത്യയെ ഇന്ദിരാഗാന്ധി പിന്തുടർന്ന നയങ്ങൾ പിന്തുടർന്നുകൊണ്ട് അന്ന് അപ്രതീക്ഷിതമായി ഇന്ദിരാഗാന്ധിക്ക് രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നു. രാജീവ് ഗാന്ധിയായിട്ട് 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ സ്വപ്നം കണ്ട ആളാണ്. മധ്യാഹ്നത്തിൽ തന്നെ അസ്തമിച്ച ഒരു സൂര്യനായി രാജീവ് ഗാന്ധി മാറി. കാലം വർഷം കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് ജനാധിപത്യ സംരക്ഷകൻ മാത്രമായിട്ടില്ല, ഇന്ത്യയുടെ സംരക്ഷകനായിട്ടാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമചിത്തതയും ഇന്ദിരാഗാന്ധിയുടെ വീര്യവും അതുപോലെ തന്നെ ആധുനികതയോടുള്ള സ്വന്തം പിതാവിൻ്റെ കൂറും കടപ്പാടും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പാതയിലേക്ക് രാഹുൽ ഗാന്ധി പോവുകയാണ്. ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യയിൽ ഏറ്റവും വലിയ മുന്നേറ്റത്തിൻ്റെ നായകനായി, രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകനായി ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഉയർന്നു നിൽക്കുകയാണ്. ഇത്രയും നാൾ പപ്പുമോൻ എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കിയിരുന്നത്. പപ്പുമോനല്ല, ജനങ്ങളുടെ പാപ്പയാണ് താനെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങൾ തെളിയിച്ചു. ഇന്ന് രാഹുൽ ഗാന്ധി ഈ അറസ്റ്റ് വരിച്ച് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്നിരുന്നത് 300 MPമാരാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷം മുഴുവൻ ഒരുമിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷം മുഴുവൻ ഒറ്റക്കെട്ടായി ഒരുമിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ദുരവസ്ഥ ഇന്ത്യയിൽ സൃഷ്ടിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ മോദി ഗവൺമെൻറ്റാണ്. 3ാം തവണ അധികാരത്തിലേറിയ അഹങ്കാരത്തിൽ നിൽക്കുന്നെങ്കിൽ പോലും ഇവിടെ ജനങ്ങളുടെ വികാരം ആളിക്കത്തി ആ കൊടുങ്കാറ്റിൽ മോദി ഗവൺമെൻറ്റും BJPയും എല്ലാം പൂർണ്ണമായി പോകും. ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ വഴിതെറ്റുകയാണ്. അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവർ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പിന്തുണ മുഴുവൻ ആർജിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജനത ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഏറ്റവും സുസ്ഥിരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെളിവുകൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോൺഗ്രസിന് ഈ ഒരു വിഷയത്തിൽ ഈ തെളിവുകൾ നശിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊരു കീറാമുട്ടിയായി മാറുമോ? ഈ പ്രതിഷേധത്തിൽ വല്ല കാര്യവുമുണ്ടോ? തെളിവുകളെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്തത്. വിശദമായി അദ്ദേഹം ഒരു 6 മാസത്തെ പഠനത്തിന് ശേഷം ഒരു ടീമിനെ വെച്ച് പഠിച്ച് തന്ന വിവരങ്ങൾ വെച്ച്, അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ അല്ലാതെ തന്നെ തന്നിരിക്കുന്ന വെച്ച് കെട്ടുകണക്കിനുള്ള വെച്ച് അതെല്ലാം പരിശോധിച്ച് ആ പരിശോധനയോടെയാണ് ഒരേ ചിത്രമുള്ള ആളുകൾ, ഒരേ പേരുള്ള ആളുകൾ, ചില വോട്ടർമാർക്കാണെങ്കിൽ പേരില്ല, അവിടെ പേരിൻ്റെ സ്ഥാനത്ത് 0, അതായത് മാതാപിതാക്കളില്ല എന്നർത്ഥം. വീട്ടഡ്രസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ABCD. അങ്ങനെ വളരെ വിചിത്രമായ ഒരു സംഭവം വന്നിട്ട് അതിൻ്റെ തെളിവുകൾ നൽകേണ്ടതാരാ? ഇവിടെ ഇലക്ഷൻ കമ്മീഷനെതിരായി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് വസ്തുതാപരമായി തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറയാം ഇതാണ് കാരണങ്ങൾ, അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതിന് പകരം സത്യവാങ്മൂലം കൊടുക്കണമെന്ന് പോലും ഇവിടെ ഇന്ത്യയിലെ മാധ്യമങ്ങളിലൂടെ ലൈവായി ലോകം മുഴുവൻ കണ്ട കാര്യങ്ങളെക്കുറിച്ച് അതും വളരെ വസ്തുതാപരമായി അക്കമിട്ട് 1, 2, 3, 4 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഈ 4 ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ കേസിലെക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും തെളിവുകൾ നശിപ്പിച്ചത് ആരാണ്? രാഹുൽ ഗാന്ധിയല്ല, ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പിന്നിലുള്ള ഭരണകൂടം. ഇത് മാത്രമല്ല, ബീഹാർ തിരഞ്ഞെടുപ്പിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബീഹാർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പൗരത്വ നിയമം ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള വോട്ടർമാരെ പലരെയും മാറ്റുകയാണ്. അതിൻ്റെ അർത്ഥം വോട്ടർമാരെ എന്ന് പറഞ്ഞ ചില ആളുകളെ ഒഴിവാക്കുന്നത് അവർ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല, അങ്ങനെയുള്ള ആളുകളെല്ലാം വെട്ടി നിരത്തുകയാണ്. ജനാധിപത്യ കശാപ്പാണ്. മാത്രമല്ല, ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഡീലിമിറ്റേഷൻ വരാൻ പോകുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വാർഡ് വിഭജനത്തിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന പുറകിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്നുണ്ടെങ്കിൽ
BJPക്ക് ഇപ്പോൾ അട്ടിമറിയിലൂടെയാണ് ജയിച്ചത്. അട്ടിമറികളിലൂടെ തന്നെ ഇനിയും വിജയിക്കണം. അങ്ങനെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ പോലെ, പട്ടാള ഭരണ രാജ്യങ്ങളിലെ പോലെ, മതരാഷ്ട്രങ്ങളിലെ പോലെ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തെ കുഴിച്ചു മൂടി ഒരു ഏകാധിപത്യ രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള അംഗമാണ് ഇവിടെ രാഹുൽ ഗാന്ധി നടത്തുന്നത്. എന്തായാലും ചെറിയാൻ ഫിലിപ്പ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നത് ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് എന്നാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.